നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിലേക്ക് അവർക്കും സ്വാഗതം. നമ്മുടെ ഓപ്പൺ ടോക്ക് വീഡിയോ സീരീസിൻ്റെ 9ാമത്തെ എപ്പിസോഡിലേക്ക് കിടക്കുകയാണ്. ഈ വീഡിയോ സീരീസിൽ വാർത്തകൾക്കപ്പുറം നമ്മുടെ അഭിപ്രായങ്ങളും യാഥാർത്ഥ്യങ്ങളും ഒക്കെയാണ് പങ്കുവെക്കുന്നത്. ഇതുവരെ ഉള്ള എപ്പിസോഡുകൾക്ക് നിങ്ങൾ തന്ന അകമഴിഞ്ഞ പിന്തുണയ്ക്ക് നന്ദി. ഇതേ രൂപത്തിൽ നമുക്ക് ചർച്ചകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം. ഇന്നത്തെ ഫുട്ബോൾ ലോകത്തെ സുപ്രധാനമായ വാർത്തകളിലൊന്ന് ബ്രസീൽ വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കി എന്നുള്ളതാണ്. സൗത്ത് അമേരിക്കൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയറിൽ 2 മത്സരങ്ങൾ അവശേഷിക്കെ അവരിപ്പോൾ യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു. അർജൻറ്റീന ഓൾറെഡി യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു. ഇക്വഡോറും യോഗ്യത ഉറപ്പാക്കി. സൗത്ത് അമേരിക്കയിൽ നിന്ന് 6 ടീമുകൾക്കാണ് നേരിട്ട് യോഗ്യത ലഭിക്കുക. ഒരു ടീമിന് പ്ലേ ഓഫ് കളിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 6 ടീമുകൾ നേരിട്ടുള്ളതിൽ 3 ടീമുകൾ ഇപ്പോൾ അവിടെ നിന്ന് യോഗ്യത ഉറപ്പാക്കി എന്നർത്ഥം. ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് യോഗ്യതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ബ്രസീലില്ലാത്ത ഒരു വേൾഡ് കപ്പും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ബ്രസീലും വേൾഡ് കപ്പും തമ്മിലുള്ള പ്രണയ കഥ അത്രത്തോളം ഡീപ്പാണ്. 1930 മുതലുള്ളതാണ്. ഏതാണ്ട് 100 കൊല്ലത്തോളമായി ആ പ്രണയം നിലനിൽക്കുന്നു എന്നർത്ഥം. നോക്കുക, പരാഗ്വയ്ക്കെതിരെയുള്ള മത്സരം ബ്രസീൽ വിജയിച്ചു കഴിഞ്ഞ ഉടൻ, അവർ ക്വാളിഫൈ ചെയ്ത ഉടൻ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജുകളിൽ ഒരു പോസ്റ്റ് അങ്ങ് വന്നു. അതിലുണ്ടായിരുന്നത് വിനിയുണ്ട്, നെയ്മറുണ്ട്, റൊണാൾഡോയുണ്ട്, റൊണാൾഡോ നസാരിയുണ്ട്, റൊമാരിയോ ഉണ്ട്. അങ്ങനെ ബ്രസീലിൻ്റെ ഇപ്പോഴത്തെ താരങ്ങളും മുൻ ഇതിഹാസങ്ങളെയും ഒക്കെ ചേർത്തുകൊണ്ടൊരു പോസ്റ്റ് അങ്ങ് പങ്കുവെച്ചിട്ട് അവരതിൽ കുറിക്കുകയാണ്, ദി ഓൺലി നേഷൻ ടു ക്വാളിഫൈ ഫോർ എവറി ഫിഫ വേൾഡ് കപ്പ്. എല്ലാ ഫിഫ വേൾഡ് കപ്പുകൾക്കും യോഗ്യത നേടിയ ഒരേ ഒരു ടീം, അതാണ് ബ്രസീൽ. അതാണ് ഞാൻ പറഞ്ഞത്, 1930 മുതൽ ഇങ്ങോട്ടുള്ള ഒരു പ്രണയകഥയാണിത് എന്ന്. വെറും പ്രണയകഥയല്ലേ അത്, ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ലവ് സ്റ്റോറിയാണ്. യെസ്, ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും അധികം തവണ വേൾഡ് കപ്പ് നേടിയ രാജ്യം ഏതാണ്? ഒറ്റ ഉത്തരമേ ഉള്ളൂ, ബ്രസീൽ. 5 തവണ ലോകകപ്പ് കിരീടം അവർ ചൂടിയിട്ടുണ്ട്. സോ വീണ്ടും ഒരിക്കൽ കൂടി ഒരു വേൾഡ് കപ്പിന് അവരെത്തുമ്പോൾ പ്രതീക്ഷകൾ വളരെ വളരെ വലുതാണ്. നമുക്ക് ഇതുവരെയുള്ള വേൾഡ് കപ്പുകളിലെ ബ്രസീലിൻ്റെ പ്രകടനം എങ്ങനെയായിരുന്നു? 1930 ആദ്യ വേൾഡ് കപ്പിൽ ഇന്നത്തെ പോലെയുള്ള അത്രയും ബൃഹത്തായ വേൾഡ് കപ്പല്ല. അന്ന് ഗ്രൂപ്പ് സ്റ്റേജ് വരെയാണ് അവരുണ്ടായിരുന്നത്. 6ാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്യുന്നത്. 1934 2ാം വേൾഡ് കപ്പിൽ റൗണ്ട് ഓഫ് 16 അവർ എത്തിയിരുന്നത്. 14ാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തത്. 1938 തേർഡ് പ്ലേസ് മത്സരത്തിൽ അവരെത്തുകയും ചെയ്തു. 3ാം സ്ഥാനമാണ് അന്ന് അവർക്ക് ലഭിച്ചത്. 1950 വേൾഡ് കപ്പിൽ ആ പ്രസിദ്ധമായിട്ടുള്ള മാറക്കാന ദുരന്തമൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ വേൾഡ് കപ്പിൽ അവർ റണ്ണേഴ്സപ്പ് ആയിരുന്നു. 2ാം സ്ഥാനത്ത് അവർ ഫിനിഷ് ചെയ്തു. 1954 വേൾഡ് കപ്പിൽ അവർ ക്വാർട്ടർ ഫൈനൽസിലാണ് എത്തിയത്. 5ാം സ്ഥാനമായിരുന്നു. 1958 ചരിത്രത്തിൽ ആദ്യമായിട്ട് ബ്രസീൽ വേൾഡ് കപ്പ് കിരീടം ചൂടുന്നത് 1958 തൊട്ടു പിന്നാലെ 1962 അവർ കിരീടം ചൂടി. എന്നാൽ 1966 അവർ ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്തായി. 11ാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തത്. 1970 വീണ്ടും അവർ ചാമ്പ്യന്മാരായി. 74 4th പ്ലേസിലാണ് എത്തിയത്. 78 3rd പ്ലേസിലാണ് എത്തിയത്. 82 സെക്കൻഡ് ഗ്രൂപ്പ് സ്റ്റേജ് വരെ എത്തി. 5th പൊസിഷനിലാണ് അവരുണ്ടായിരുന്നത്. 86 ക്വാർട്ടർ ഫൈനൽ കളിച്ചു. 5th പൊസിഷനിലാണ് ഉണ്ടായിരുന്നത്. 90 റൗണ്ട് ഓഫ് 16 9ാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തത്. 94 ബ്രസീൽ വീണ്ടും ലോക ചാമ്പ്യന്മാരായി. 98 ഫൈനൽ വരെ എത്തി. ഫൈനലിൽ ഫ്രാൻസിനോട് തോറ്റു. 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു. 2002 അവർ ഒരിക്കൽ കൂടി കിരീടം ചൂടുന്നു. അത് ബ്രസീലിൻ്റെ ചരിത്രത്തിലെ അവസാനത്തെ വേൾഡ് കപ്പ് കിരീടമായിരുന്നു ഇതുവരെ നോക്കുമ്പോൾ. പിന്നെ 2006 2010 അവർ ക്വാർട്ടർ ഫൈനൽ വരെ എത്തി. 2014 4ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ബ്രസീലിൽ നടന്ന വേൾഡ് കപ്പ് സെമി ഫൈനലിൽ വമ്പൻ പരാജയം ജർമ്മനിയോട് ഏറ്റുവാങ്ങി. ആ വേൾഡ് കപ്പ് അവർ 4th പൊസിഷനിലാണ് എത്തിയത്. 2018 ക്വാർട്ടർ ഫൈനൽ, 2022 ക്വാർട്ടർ ഫൈനലിൽ. സോ ഇത് പറയുമ്പോൾ 5 കപ്പുണ്ട്, അത് പഴയ കഥയല്ലേ. 23 കൊല്ലമായില്ലേ
അവർ 5 കപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവർ കിരീടം ചൂടിയത് ഏറ്റവും ഒടുവിൽ 2002 10-23 കൊല്ലമായില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. ഇത് വെറും പഴങ്കഥയല്ല. ഒരു ചോദ്യം തിരിച്ചങ്ങ് ചോദിക്കട്ടെ. ബ്രസീൽ വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലെങ്കിലും എത്താതെ ഈ സമീപകാലത്ത് എപ്പോഴെങ്കിലും വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായിട്ടുണ്ടോ? പറയണം. ഏറ്റവും ഒടുവിൽ അവർ ക്വാർട്ടർ ഫൈനലിലെങ്കിലും എത്താതെ പുറത്തായത് 1990 റൗണ്ട് ഓഫ് 16. അതിനുശേഷമുള്ള എല്ലാ വേൾഡ് കപ്പുകളിലും അവർ ക്വാർട്ടർ ഫൈനലിലെങ്കിലും എത്തിയിട്ടുണ്ട്. ക്വാർട്ടർ ഫൈനൽ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഏറ്റവും മികച്ച 8 ടീമുകളിൽ ഒന്നെങ്കിലും ആയിട്ടുണ്ട് ലോകത്ത്. അതാണ് അതിൻ്റെ വ്യത്യാസം. എന്ന് പറഞ്ഞാൽ നോക്കുക, 90 റൗണ്ട് ഓഫ് 16 പുറത്തായ ടീം 94 ചാമ്പ്യൻസാണ്, 98 റണ്ണേഴ്സപ്പാണ്, 2002 വീണ്ടും ചാമ്പ്യൻസാണ്, 2006 ക്വാർട്ടർ ഫൈനൽ, 2010 ക്വാർട്ടർ ഫൈനൽ, 2014 സെമി ഫൈനൽ, 2018 2022 ക്വാർട്ടർ ഫൈനൽ. ഒരിക്കൽ പോലും 90 ശേഷം അവർ ക്വാർട്ടർ ഫൈനലിലെങ്കിലും എത്താതെ പുറത്തായിട്ടില്ല. കഴിഞ്ഞ തവണ പുറത്തായത് എങ്ങനെയാണ്? പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ്. അതാണ് അതിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. ഇത് വെച്ചുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്പോർട്സ് അനാലിസിസ് ഒക്കെ ചെയ്യുന്ന ഒരു പോർട്ടലിൽ കണ്ടു, ബ്രസീൽ, ജർമ്മനി, ഇറ്റലി ഫുട്ബോൾ ലോകം അടക്കി ഭരിച്ച ഈ 3 ടീമുകൾക്ക് ഇപ്പോൾ എന്ത് പറ്റി, ഒന്നുമല്ലാതെ ആയിപ്പോയി ഈ 3 ടീമുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ ലേഖനമാണ്. അത് കണ്ടപ്പോൾ എനിക്ക് ചിരിയാവുന്നത്. ബ്രസീലിനെ ഈ ജർമ്മനിയോടും ഇറ്റലിയോടും ഒന്നും നിങ്ങൾക്ക് കൂട്ടിക്കെട്ടാൻ പറ്റില്ല. സമീപകാലത്തെ പ്രകടനം നോക്കിയാൽ പോലും. കാരണം എന്താണെന്നറിയോ? കഴിഞ്ഞ 2 വേൾഡ് കപ്പിനും യോഗ്യത നേടാത്ത ടീമാണ് ഇറ്റലി. ജർമ്മനിയോ കഴിഞ്ഞ 2 വേൾഡ് കപ്പിലും ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്തായ ടീമാണ് ജർമ്മനി. ബ്രസീലോ ഞാൻ പറഞ്ഞല്ലോ, 90 ശേഷം ക്വാർട്ടർ ഫൈനലിൽ എത്താതെ ഒരിക്കൽ പോലും ഇരുന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ 3 ടീമുകൾ ഒരുപോലെയാണെന്ന് പറയുക? അവിടെ വ്യത്യാസമുണ്ട്. അതുപോലെ ആയിട്ടില്ല ബ്രസീൽ. ശരിയാ, 2022 വേൾഡ് കപ്പിന് ശേഷം കുറേ അൺസർട്ടനിറ്റീസ് ഉണ്ടായിരുന്നു. മികച്ച കോച്ചുമാരൊന്നുമില്ലാതെ കോച്ചുമാരെ മാറ്റി കളിച്ചപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടായി. എന്നാൽ ഇപ്പോഴും അവിടെ പ്രതിഭകൾക്കൊരു പഞ്ഞവുമില്ലെന്നേ. അവരെ വേണ്ട വിധത്തിൽ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ അർജൻറ്റീനയിൽ നിന്ന് കണ്ടു പഠിക്കണം. എങ്ങനെയാണ് ഹോർഗെ സാമ്പോളിയുടെ കീഴിൽ തകർന്ന് തരിപ്പണമായൊരു ടീമിനെ ലയണൽ സ്കലോനി എന്ന മനുഷ്യൻ വന്ന് ഇൻട്രിം കോച്ചായിട്ട് വന്നിട്ട് പിന്നെ ഇന്ന് ലോക ഫുട്ബോളിൻ്റെ നെറുകയിലേക്ക് കൊണ്ടുപോയത്? അയാളുടെ മാനേജ്മെൻറ്റ് കാര്യങ്ങൾ കൃത്യമായിട്ട് അയാൾ ഉപയോഗപ്പെടുത്തിയപ്പോൾ റിസൾട്ട് വന്നു. അത്തരത്തിൽ കൃത്യമായി മാനേജ്മെൻറ്റ് നടത്താൻ കെൽപ്പുള്ള, കളിയെ കൃത്യമായിട്ട് വിജയിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാൻ കെൽപ്പുള്ള കോച്ച് വന്നാൽ തീരാവുന്നതേ ഉള്ളൂ ബ്രസീലിൻ്റെയും പ്രശ്നങ്ങൾ. ശരിയാ, ചില പൊസിഷനുകളിൽ ഇനിയും ലോകോത്തര താരങ്ങൾ വേണം. പ്രത്യേകിച്ച് ലെഫ്റ്റ് റൈറ്റ് ബാക്കുകളൊക്കെ പറയുമ്പോൾ, വിങ് ബാക്കുകളൊക്കെ പറയുമ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ബ്രസീൽ എന്ന പ്രതിഭകളുടെ അക്ഷയ ഖനിയിൽ നിന്ന് അത് കണ്ടെടുക്കാവുന്നതേ ഉള്ളൂ. അതിന് കഴിയും കാർലോക്ക് എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ആരാധകരെന്തായാലും ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ജർമ്മനി, ഇറ്റലി ടീമുകളെ പോലെയല്ല ബ്രസീൽ. സമീപകാലത്തെ വേൾഡ് കപ്പ് റിസൾട്ടുകൾ നോക്കിയാൽ പോലും അവർ തമ്മിലൊരു താരതമ്യമില്ല. 90കൾക്ക് ശേഷം ഒരിക്കൽ പോലും ബ്രസീൽ ക്വാർട്ടർ ഫൈനലിലെങ്കിലും എത്താതെ പുറത്തു പോയിട്ടുമില്ല. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല ഫിഫ റാങ്കിങ് നോക്കാം. ബ്രസീൽ സമീപകാലത്തൊന്നും ടോപ്പ് 10 നിന്ന് പുറത്തായിട്ടില്ല. ടോപ്പ് 5 നിന്ന് തന്നെ ഇപ്പോൾ അടുത്തൊന്നും പുറത്തായിട്ടില്ല എന്നുള്ളതാണ് അവസ്ഥ. അതേസമയം ഈ ജർമ്മനിയൊക്കെ എത്ര തവണ ടോപ്പ് 10 പുറത്തുപോയി, ഇറ്റലി പുറത്തുപോയി. അപ്പോൾ അതുകൊണ്ട് ആ തരത്തിലുള്ളൊരു താരതമ്യത്തിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ബ്രസീൽ ഇപ്പോഴും ഫുട്ബോൾ ലോകത്ത് തലപ്പത്ത് നിൽക്കുന്ന ടീമുകളിൽ ഒന്ന് തന്നെയാണ് എന്നതാണ് ഈ യാഥാർത്ഥ്യം. നോക്കുക, വേൾഡ് കപ്പിൻ്റെ കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. വേൾഡ് കപ്പിൽ 22 വേൾഡ് കപ്പുകൾ ഇതുവരെ നടന്നത്. ആ 22ലും പങ്കെടുത്ത ഒരു ടീമാണ് ബ്രസീൽ. 5 കിരീടങ്ങൾ. ഇനി അവരുടെ മത്സരങ്ങൾ ഇതുവരെ കളിച്ച് നോക്കിയാൽ 114 മത്സരങ്ങൾ, 76 വിജയങ്ങളാണ്. വലിയ വിന്നിംഗ് പെർസെൻറ്റേജാണ്. 19 സമനിലകളും 19 തോൽവികളും. 237 ഗോളുകൾ ബ്രസീൽ വേൾഡ് കപ്പിൽ ആകെ അടിച്ചിട്ടുണ്ട്. 108 ഗോളുകളാണ് അവർ തിരികെ വാങ്ങിയിട്ടുള്ളത്. ഇത് ഈ ഒരു ജൈത്രയാത്ര ആരംഭിച്ചത്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ വേൾഡ് കപ്പുമായുള്ള പ്രണയം, ആ ബന്ധം ആരംഭിക്കുന്നത് 1930 ജൂലൈ 14 മോണ്ടിവീഡിയോയിൽ, ഉറുഗ്വായിലെ മോണ്ടിവീഡിയോയിൽ വെച്ച് നടന്ന ആദ്യ വേൾഡ് കപ്പിൽ യുഗോസ്ലാവിയക്കെതിരെയാണ് ബ്രസീൽ ആദ്യമായി കളിക്കാനിറങ്ങുന്നത്. അന്ന് പരാജയമായിരുന്നു ഫലം. 1-2 യുഗോസ്ലാവിയയോട് തോറ്റു തുടങ്ങിയതാണ്. പിന്നീട് അവർ കിരീടങ്ങളിലേക്ക് പോകുന്നത് 1958 ആദ്യ കിരീടം, അത്
വിസൻ്റെ ഫിയോള എന്ന കോച്ചിന് കീഴിലായിരുന്നു. 1962 അടുത്ത കിരീടം ഐമോർ മൊഴീറയുടെ കീഴിലാണ് ആ ഒരു കിരീടം സ്വന്തമാക്കുന്നത്. 70 മരിയോ സഗോലയുടെ കീഴിൽ, 94 കാർലോസ് ആൽബർട്ടോ പെരീരയുടെ കീഴിൽ, 2002 ലൂയി ഫിലിപ്പെ സ്കൊളാരിയുടെ കീഴിൽ, 2026 കാർലോ ആഞ്ചലോട്ടിയുടെ കീഴിൽ എന്ന് പറയാൻ കഴിയുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. അങ്ങനെ ഒരുപാട് മഹാരഥന്മാരെ ഫുട്ബോളിന് സമ്മാനിച്ചിട്ടുള്ള രാജ്യം കൂടിയാണല്ലോ ബ്രസീൽ. ഇപ്പോൾ വേൾഡ് കപ്പിലെ മാത്രം കണക്കുകൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം വേൾഡ് കപ്പുകൾ കളിച്ചിട്ടുള്ള താരങ്ങളെ നമ്മൾ എടുക്കുമ്പോൾ പോലും അതിലും ബ്രസീലിയൻ താരങ്ങളെ കാണാം. 4 വേൾഡ് കപ്പുകൾ കളിച്ചവർ ഒരുപാടുണ്ട്. കഫു ഉണ്ട്, അതുപോലെ കാസ്റ്റിലിയോ ഉണ്ട്, ഡ്യാൽമ സാൻഡോസ് ഉണ്ട്, ലിയാവോ, അതുപോലെ നിൽട്ടൺ സാൻഡോസ്, പെലെ, റൊണാൾഡോ, തിയാഗോ സിൽവ, ഇവരൊക്കെ 4 വേൾഡ് കപ്പുകൾ കളിച്ചവരാണ്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റെക്കോർഡ് കഫുവിനുണ്ട്. 3 വേൾഡ് കപ്പ് ഫൈനലൊക്കെ കളിച്ചവർ വേറെ ഉണ്ടാവും, പക്ഷേ 3 വേൾഡ് കപ്പ് കളിച്ചവരുണ്ടാവും, പക്ഷേ 3 വേൾഡ് കപ്പ് ഫൈനലുകൾ തുടർച്ചയായി കളിച്ച മറ്റാരെങ്കിലും ഉണ്ടോ ഫുട്ബോൾ ലോകത്ത്? കഫു അല്ലാതെ ഇല്ല. അതൊരു വല്ലാത്ത റയർ റെക്കോർഡാണ്. 94 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ചെറിയ പയ്യനായിട്ടുള്ള കഫു ബെഞ്ചിലിരുന്നയാളാണ്. പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു. അദ്ദേഹം കളിച്ചു, ഫൈനൽ കളിച്ചു, ബ്രസീൽ കപ്പെടുത്തു. 98 വേൾഡ് കപ്പിൽ പിന്നെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഫൈനൽ കളിച്ചു. 2002 വേൾഡ് കപ്പിലോ അദ്ദേഹം ക്യാപ്റ്റനായിട്ട് കിരീടമുയർത്തി. ആദ്യം പ്രഖ്യാപിച്ച ബ്രസീൽ ടീമിൻ്റെ ക്യാപ്റ്റൻ എമേഴ്സൺ ആയിരുന്നു. അവരുടെ ആദ്യ മത്സരത്തിന് തൊട്ട് മുമ്പ്, തുർക്കിക്കെതിരെയായിരുന്നു ആദ്യ മത്സരം എന്നാണ് എൻ്റെ ഓർമ്മ. ആ മത്സരത്തിന് തൊട്ട് മുമ്പ് പ്രാക്ടീസ് സെഷന് അദ്ദേഹം ഗോൾ കീപ്പറായിട്ട് നിന്നത്. അദ്ദേഹം ഗോൾ കീപ്പറല്ല, മിഡ്ഫീൽഡറാണ്. പക്ഷേ പ്രാക്ടീസ് സെഷനിൽ അങ്ങനെ നിന്ന് ഡൈവ് ചെയ്ത് വീണ് തോളല് തെറ്റി എമേഴ്സൺ പുറത്തേക്ക്, പകരം ക്യാപ്റ്റൻ കാഫു അതാ പറഞ്ഞ കാഫു ഭാഗ്യം ചെയ്തയാളാണെന്ന്. അന്ന് 94 കപ്പ് എടുക്കുമ്പോൾ കളിക്കാൻ പറ്റി ഫൈനലിൽ. ഇതുപോലെ 2002 ക്യാപ്റ്റനായിട്ട് അവരോധിക്കപ്പെട്ടു. ആ കിരീടം ഉയർത്തി. ആ ഡയസിന് മുകളിൽ കയറി നിന്ന് കഫു കിരീടം ഉയർത്തുന്ന ചിത്രം, ആ വീഡിയോ ഇപ്പോഴും ബ്രസീലിയൻ ആരാധകരെ കോരിത്തരിപ്പിക്കാറില്ലേ? അതാ പറഞ്ഞത്, ഒരുപാട് റെക്കോർഡുകൾ. റൊണാൾഡോ നസാരിയോ ആണ് ബ്രസീലിന് വേണ്ടി ഏറ്റവും അധികം ഗോളുകൾ വേൾഡ് കപ്പിൽ നേടിയത്, 15 ഗോളുകൾ. പെലെ 12 ഗോളുകളുമായിട്ട് 2ാം സ്ഥാനത്താണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മഹാരഥന്മാരെ സമ്മാനിച്ചിട്ടുള്ള ബ്രസീൽ, വേൾഡ് കപ്പിൽ സമ്മാനിച്ചിട്ടുള്ള ബ്രസീൽ അടുത്ത വേൾഡ് കപ്പിന് ഒരുങ്ങുമ്പോഴും വലിയ പ്രതീക്ഷകളാണ്. കാർലോ ആഞ്ചലോട്ടി ഇന്ന് പരാഗ്വയ്ക്കെതിരെയുള്ള കളി കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇനിയുള്ള സമയം അദ്ദേഹത്തിൻ്റെ അടുത്ത പ്ലാനുകൾ പറയുകയാണ്. അടുത്ത് എനിക്ക് ഇവിടെ ഒരു വീട് നോക്കണം താമസിക്കാൻ, അത് കഴിഞ്ഞ് ക്ലബ് വേൾഡ് കപ്പിന് പോകണം, പിന്നെ ഒരു 70 താരങ്ങളുടെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്, ബ്രസീലിയൻ താരങ്ങളുടെ. അവർ കളിക്കുന്ന ലീഗുകളിലൊക്കെ പോകണം, അവിടെയൊക്കെ പോയിട്ട് അവരെ വിശദമായിട്ട് വിലയിരുത്തണം. വേൾഡ് കപ്പിന് ഒരു താരത്തിൻ്റെ മുന്നിലും വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്നില്ല. എല്ലാവരെക്കുറിച്ചും സൂക്ഷ്മമായിട്ടെടുത്തിട്ട് ടീം തയ്യാറാക്കും. അടുത്ത വേൾഡ് കപ്പിന് ടീം തയ്യാറാക്കാൻ കാർലോ ആഞ്ചലോട്ടിക്ക് മുന്നിൽ കൃത്യം 1 വർഷമാണുള്ളത്. ആഞ്ചലോട്ടിയെ പോലുള്ള ഒരാൾക്ക് അതിന് സാധിക്കുമെന്ന് കരുതാം. അദ്ദേഹം ഇതുവരെ ഒരു ദേശീയ ടീമിൻ്റെയും ഹെഡ് കോച്ച് ആയിട്ടില്ല. 94 അദ്ദേഹം ഇതിനു മുമ്പ് ദേശീയ ടീമിൻ്റെ ഭാഗമായിട്ട് കോച്ചിങ് സ്റ്റാഫിലുണ്ടായിരുന്നത്. അത് ഇറ്റാലിയൻ ടീമിൻ്റെ അസിസ്റ്റൻ്റ് കോച്ചിൻ്റെ റോളിലായിരുന്നു. ആ 94 പക്ഷേ കിരീടം ചൂടിയത് ബ്രസീലാണ്. ഇനി 2026 വീണ്ടും അങ്ങനെ ഒരു കിരീടം അദ്ദേഹം ബ്രസീലിനൊപ്പം ഉയർത്താൻ പറ്റുമോ എന്നുള്ളതാണ് കണ്ടറിയുന്നത്. എന്തായാലും 1 വർഷക്കാലത്തെ സമയം അദ്ദേഹത്തിനുണ്ട്. അതിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ലഭിക്കുന്ന ഇൻ്റർനാഷണൽ ബ്രേക്കുകൾ സുപ്രധാനമാണ്. സെപ്റ്റംബറിൽ ഇൻ്റർനാഷണൽ ബ്രേക്ക് 2 മത്സരങ്ങൾ. ആ 2 മത്സരങ്ങൾ വേൾഡ് കപ്പ് ക്വാളിഫയറാണ്. പക്ഷേ ഓൾറെഡി യോഗ്യത നേടിയതുകൊണ്ട് തോറ്റാലും പ്രശ്നമില്ലെന്ന രൂപത്തിലാണ്. മികച്ച രൂപത്തിൽ അവസാനിപ്പിക്കാനായിരിക്കും, വേൾഡ് കപ്പ് ക്വാളിഫയർ അവസാനിപ്പിക്കാനായിരിക്കും ആഞ്ചലോട്ടി ശ്രമിക്കുക. അതേസമയം ചില പരീക്ഷണങ്ങൾക്കുള്ള വഴി കൂടി അവിടെ തുറക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് വിനിക്ക് സസ്പെൻഷൻ അടുത്ത് കളിക്കുക. അപ്പോൾ ഒക്കെ ചില മാറ്റങ്ങളൊക്കെ അദ്ദേഹം വരുത്തിയേക്കും. പിന്നെ ഒക്ടോബറിൽ 2 മത്സരങ്ങൾ, നവംബറിൽ 2 മത്സരങ്ങൾ. ഈ വർഷം ഇനി 6 കളികളുണ്ട്. പിന്നെ 2026 എന്ന് പറയുമ്പോൾ അത് വേൾഡ് കപ്പ് ഇയറാണ്. മാർച്ച് വളരെ ക്രൂഷ്യലായിട്ടുള്ള സമയത്ത് ഇൻ്റർനാഷണൽ ബ്രേക്ക് 2 മത്സരങ്ങൾ അവിടെ കളിക്കാം. അപ്പോൾ 8 മത്സരങ്ങളായി. വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് 1-2 സന്നാഹ മത്സരങ്ങൾ കൂടി കിട്ടും. അപ്പോൾ ടോട്ടൽ ഒരു 10 മത്സരങ്ങൾ കിട്ടും. 10 മത്സരങ്ങൾ, ഓരോ കളിക്കും ഒരു 10 ദിവസം വീതം കളിക്കാരെ കിട്ടിയ 100 ദിവസം കളിക്കാരെ കയ്യിൽ കിട്ടും. അത് വെച്ചുകൊണ്ട് കാർലോ ആഞ്ചലോട്ടിക്ക് ഒരു മികച്ച ടീം ഉണ്ടാക്കാനുള്ള സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ സമയം വളരെ പരിമിതമാണ്. പക്ഷേ ബ്രസീൽ പോലുള്ളൊരു രാജ്യത്തുള്ള പ്രതിഭകളെയും ആഞ്ചലോട്ടിയെ പോലെയുള്ള ഒരുപാട് കിരീടങ്ങൾ നേടിയിട്ടുള്ള മഹാരഥനായ കോച്ചും ചേരുമ്പോൾ വിസ്മയങ്ങൾ സംഭവിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. അവർക്ക് ആ 6ാം കിരീടം നേടാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ബ്രസീലും വേൾഡ് കപ്പും തമ്മിലുള്ള ബന്ധം അതാണ്.
അതവർക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. ക്വാളിഫയർ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നാമതെത്തിയാലും ഈവൻ പ്ലേ ഓഫ് കളിച്ചെത്തിയാലും ക്വാളിഫിക്കേഷൻ തന്നെയാണ്. ബാക്കി കാര്യങ്ങളാണ് നോക്കേണ്ടത്. അതിന് സമയമുണ്ട്, അതിന് കഴിയും ആഞ്ചലോട്ടിക്ക് എന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കാര്യങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് കൂടുതൽ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് അടുത്ത പോഡ്കാസ്റ്റിൽ വീണ്ടും കാണാം.